നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വടകര കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജിതിൻ ഭാസ്കറാണ് അറസ്റ്റിലായത്. SIT നേരത്തെ ജിതിനെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യാനായി ഇന്ന് വീണ്ടും ജിതിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ദേവസ്വം ബോർഡിലെ വിവാദ നിയമന ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ അടിയന്തര ബോർഡ് യോഗത്തിൽ തീരുമാനം. 20 നിയമനങ്ങളിൽ ഭേദഗതി വരുത്തും. സ്വർണ്ണക്കൊള്ളക്കേസിൽ ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ ആരെയും മാറ്റി നിർത്താനാകില്ലെന്നും അതേസമയം കളങ്കിതരെ മാറ്റി നിർത്തണമെന്നും ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന പ്രചാരണം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ P. രാജീവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും വെള്ളാപ്പള്ളി വിഷയത്തിലും വീഴ്ച പറ്റിയതായും രാജീവ് തുറന്നു പറഞ്ഞു. മലപ്പുറത്ത് EMSന്റെ ലോകം സെമിനാറിൽ പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന പരാതിയിൽ EP ജയരാജനെതിരെ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. EP ജയരാജന് ക്ലീൻ ചിറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക നടപടി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ വ്യാപനം തടയുന്നതിന് ഹൈപവർ കമ്മിറ്റിയെ നിയോഗിച്ചതായും ആരോഗ്യമന്ത്രി K. മുരളീധരൻ. ജില്ലാതലത്തിൽ ഔട്ട്ബ്രേക്കിംഗ് മോണിറ്ററിംഗ് യൂണിറ്റും ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് ഡോക്ടറുടെ കുറിപ്പ് നിർബന്ധമാക്കി ഉത്തരവിറക്കി കേന്ദ്ര സർക്കാർ. ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഇനി ഫാർമസികളിൽ കഫ് സിറപ്പ് ഉൾപ്പെടെ ലഭ്യമാകില്ല. നേരത്തെ മധ്യപ്രദേശിൽ വ്യാജ കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നടപടി. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ S. കർത്തയെയും മകൻ ശരൺ S. കർത്തയെയും ED ചോദ്യം ചെയ്തു. CMRLും പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S. കർത്തയെ ED ചോദ്യം ചെയ്തിരുന്നു. നാളെ ഹാജരാകാനാണ് വീണയ്ക്ക് ED നോട്ടീസ് നൽകിയിട്ടുള്ളത്. നീറ്റ് UG പുനഃപരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. അതേസമയം പുനഃപരീക്ഷ 1 മാസം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ NTA-ക്ക് നിവേദനം നൽകി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ടെലഗ്രാമിന് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. മുട്ടിൽ മരം മുറിക്കേസിൽ മരങ്ങൾ ലേലം ചെയ്യാൻ അനുമതി നൽകി കോടതി. 4 കോടി രൂപ മൂല്യം വരുന്ന മരങ്ങൾ ലേലം ചെയ്യാനാണ് അനുമതി നൽകിയത്. പിടിച്ചെടുത്ത മരങ്ങൾ വനം വകുപ്പിന്റെ കുപ്പാടി ഡിപ്പോയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത്. മരക്കൊമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ പൂർണ്ണമായ കണക്ക് അവതരിപ്പിക്കാൻ പ്രതികളോടും പോലീസിനോടും കോടതി ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി നടി അൻസിബ ഹസൻ. തന്റെ പരാതികളിലെ പോലീസ് നടപടിക്കെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണവുമായി അൻസിബ രംഗത്തെത്തിയത്. നിയമം അറിയാഞ്ഞിട്ടാണ് സിസ്റ്റം വിചിത്ര നടപടികൾ കാട്ടിക്കൂട്ടുന്നത് എന്ന് വിശ്വസിക്കാൻ താൻ വിഡ്ഢിയല്ലെന്നും പ്രതികളും സിസ്റ്റവും ചേർന്ന് കാട്ടിക്കൂട്ടുന്ന ഈ നാടകങ്ങളിൽ ഭയപ്പെടുന്നില്ലെന്നും അൻസിബ ഫേസ്ബുക്കിൽ കുറിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.